സാംസ്കാരിക നഗരിയായ തൃശൂർ ജില്ലയും തെരഞ്ഞെടുപ്പ് പൂരത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കടുത്ത വേനലിനിടയിലും ജനകീയ വിഷയങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. പടകളത്തിലേക്ക് സ്വാഗതം. എന്തായാലും വിവിധ മുന്നണികളുടെ പാർട്ടികളുടെ ഒക്കെ നിലപാട് വ്യക്തമാക്കാനായി നമ്മോടൊപ്പം അതിഥികളും ചേർന്നുണ്ട്. LDF വേണ്ടി MP ശ്രീ PK ബിജു, BJP നേതാവ് ശ്രീ സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, കോൺഗ്രസ് നേതാവ് ശ്രീ ജോൺ ഡാനിയൽ എന്നിവരാണ് തൃശൂർ ജില്ലയിലെ കാര്യങ്ങൾ സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഏവർക്കും പടക്കളത്തിലേക്ക് സ്വാഗതം. ശ്രീ PK ബിജു, MP കൂടിയാണ് താങ്കൾ. തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊതുവായുള്ള ഒരു പ്രതീക്ഷ, ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കൂടി തൃശ്ശൂർ ജില്ലയിൽ സ്റ്റഡിയായിട്ടുള്ള ഒരു വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. 2011 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 13-ൽ 7 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ 3 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരുന്നു. ഇതിന് ശേഷം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ചരിത്ര വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത്. ആകെയുള്ള 86 പഞ്ചായത്തുകളിൽ 67 പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ആകെയുള്ള 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, 7 മുനിസിപ്പാലിറ്റികളിൽ 6ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, തൃശ്ശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12ലും ഭൂരിപക്ഷം നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇത് പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ അഴിമതി ഭരണത്തിനും എതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വിജയം 10 മാറ്റോടുകൂടി ഈ 2016 ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ജില്ലയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സീറ്റ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. യെസ്, BJP സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ട് എന്നത് BJPയുടെ നേട്ടമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിക്കാട്ടുമ്പോൾ അതുതന്നെയാണ് മറുഭാഗം BJPക്കെതിരായ പ്രചരണങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതും പല സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമായി നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലൊക്കെ നിന്നുകൊണ്ട് തൃശ്ശൂരെ പ്രതീക്ഷ എങ്ങനെയാണ്? തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പാർട്ടിയുടെ ഗ്രാഫ് 100 മേനി വിളവോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തൃശ്ശൂർ ജില്ലയിൽ 1,92,000 വോട്ടായിരുന്നു എങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് 3,40,000 വോട്ടായി വർദ്ധിപ്പിച്ചു. അതായത് ഇരട്ടിയോളം വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഏറെക്കുറെ 80% പഞ്ചായത്തുകളിലും പാർട്ടിയുടെ മെമ്പർമാർ തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കമുള്ള തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായി മാറാൻ, കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒന്നും ഭൂരിപക്ഷമില്ലാത്ത നമുക്കറിയാം. ആ കോർപ്പറേഷനിൽ 6ഓളം സീറ്റ് നേടിക്കൊണ്ട്, അതുപോലെ തന്നെ ഒരു 5 സീറ്റ് 2ാം സ്ഥാനം, 1300ഓളം വോട്ട് കിട്ടിക്കൊണ്ട് പല ഡിവിഷനിലും 3ാം സ്ഥാനത്ത് പോയിട്ടുള്ള പാർട്ടി. അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം, ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പഴയ മാതിരി കാസർഗോഡും തിരുവനന്തപുരത്തേക്കൊന്നും പോകേണ്ടി വരില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നിർണായകമായ MLAമാരെ സൃഷ്ടിച്ചുകൊണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആദ്യമായി നിയമസഭയിലേക്ക് ജയിക്കുന്ന, കാരണം ജയിക്കുമെന്ന് പറയുന്ന തൃശ്ശൂർ ടൗണിലെ ഏറ്റവും ചെറിയ മണ്ഡലം എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഡിക്ലറേഷൻ വരിക ചിലപ്പോൾ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ജയിപ്പിച്ചുകൊണ്ടായിരിക്കും. 4, 5, 6 MLAമാരെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉണ്ടാകുക തന്നെ ചെയ്യുക. എന്തായാലും നമുക്ക് 19-ാം തീയതി വരെ കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സമകാലിക കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഉണ്ടാകാറുള്ളത് ഒരു ഭരണ വിലയിരുത്തൽ എന്ന ഒരു സ്വാഭാവിക രീതിയാണ്. ഇത്തവണ സ്വാഭാവികമായും ആ ഒരു കാര്യം UDFനെതിരെ വലിയ ആരോപണങ്ങളായി ഉയർന്നു വരുമ്പോൾ കൂടി എങ്ങനെയാണ് UDFന്റെ പ്രതീക്ഷ? തൃശ്ശൂർ അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും ഇലക്ഷന് മുന്നേ ഇടത് BJP കക്ഷികൾ വളരെ ആത്മവിശ്വാസവും പ്രതീക്ഷയുമൊക്കെ വെച്ച് പുലർത്താറുണ്ട്. പക്ഷേ പെട്ടിപൊട്ടിക്കുമ്പോൾ എന്നും തൃശ്ശൂർ അസംബ്ലി വലതുപക്ഷത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രതിനിധി സ്ഥിരമായി ജയിക്കുന്ന ഒരു ജനാധിപത്യ അസംബ്ലി മണ്ഡലമാണ്. നമുക്കറിയാം, ഇവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ പലതും ഇവിടുത്തെ ട്രാഫിക് തിരക്കുമായി ബന്ധപ്പെട്ട്
കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ സദസ്സിൽ നിന്ന് ഉയരാൻ ആളുകൾ കാത്തു നിൽക്കാൻ ഉന്നയിക്കാം. മുൻകൂർജാമ്യമാണോ? അത് മുൻകൂർജാമ്യമല്ല, പിന്നെ അതിലൊക്കെ പിന്നെ പൂർത്തീകരിക്കേണ്ട വിഷയങ്ങളാണ്. ഈ ട്രാഫിക് പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഒരു ആഗോള പ്രശ്നമാണ്. തൃശ്ശൂർ നഗരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു ആഗോള പ്രശ്നമാണ് ട്രാഫിക് വിഷയം. അപ്പോൾ അതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും പൂർത്തീകരിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട്. അത്തരം നടപ്പിലാക്കേണ്ട പിന്നെ പദ്ധതികൾക്കും ഈ സർക്കാർ തുടങ്ങി വെച്ച നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നിരവധിയായ അത് പിന്നെ രാഷ്ട്രീയ ഭേദം തന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. ആ വികസനങ്ങൾക്ക് ഒരു വോട്ട് എന്ന് മുദ്രാവാക്യമുയർത്തിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പരിപാടി വിഷയങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉള്ളിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഘടകകക്ഷികളുമായി ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു സമീപകാലത്ത്. അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പല മേഖലകളിലും വിമത പ്രശ്നം അടക്കം നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ അതിജീവിക്കാനാവുമെന്ന് വരുന്നത്? താരതമ്യേന മറ്റ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഇലക്ഷനിലെ സംബന്ധിച്ചോളമുള്ള അത്രയൊരു തർക്കമൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പൊതുവെ ഒരു വിമത ശല്യമോ അല്ലെങ്കിൽ ഒരു തർക്കമോ UDF-നകത്തോ കോൺഗ്രസിനകത്തോ ഉണ്ടായിട്ടില്ല. ഒന്ന് രണ്ട് ചില ഏരിയകൾ ഇപ്പോൾ കണ്ണൂർ പൊതുവായ സംസാരിച്ചത് KPCC പ്രസിഡന്റ് പോലും നിരവധി തവണ ദില്ലിയിൽ പോകുന്ന അവസ്ഥ അവിടെ തീർച്ചയായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ആയി നിരവധി ചർച്ചകൾ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഡൽഹിയിൽ പോയി സ്ഥാനാർത്ഥിയെ അയക്കേണ്ടേന ഞങ്ങളുടെ പ്രിയപ്പെട്ട ICC പ്രസിഡന്റ് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചതിന് ശേഷം ആ പ്രഖ്യാപിച്ച കൈപ്പറ്റ് ജില്ലയിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അതാത് പ്രദേശത്തെ പിന്നെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരിലടക്കം അല്ലാത്തൊരു കാഴ്ച കൈരളി TVക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത് വളരെ സ്പഷ്ടമാണ്, സുവ്യക്തമാണ്. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ സാഹചര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ നമ്മളത് കണ്ടതാണ്. ആ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, അത് ജോൺ ഡാനിയലോട് പറഞ്ഞത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പോലെ അവർക്ക് ഉടുപ്പൂരി പ്രതിഷേധിക്കേണ്ടി വന്നില്ല എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഉള്ള ഇത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലായപ്പോൾ ഉടുപ്പൂരി അവർ ഈ മൈതാനത്തിൻ്റെ ചുറ്റും നടക്കുന്ന സ്ഥിതി പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പം നിരവധി വർഷം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ ഇവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. ആ ഒറ്റ കാരണം മതി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പരാജയപ്പെടാൻ. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി നിയമസഭയിലെ പരിചയസമ്പന്നനായിട്ടുള്ള തേരാളി സുനിൽകുമാറിനെയാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ 13 ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമായി ഇതിനെ കാണണമെന്നാണ്. വികസനത്തിന് വാരി വിതറിയിരിക്കുകയാണെന്നാണ് ജോൺ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, തൃശ്ശൂരിലെ അനേകമൊന്നും കാണിക്കേണ്ട ഒരു വികസനം, ഒരു 100 പേർക്ക് തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനം, അല്ലെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടി ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു പദ്ധതി, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ മണ്ണൂത്തിയിൽ നിന്നും അമല വരെ ഒരു ബൈപ്പാസ്, ഇവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തൃശ്ശൂർ നടത്തിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറ്റിവെച്ച 140 കോടി രൂപയുടെ തൃശ്ശൂർ വികസനം അട്ടിമറിക്കുകയല്ലേ ഇവർ ചെയ്തത്? തൃശ്ശൂരിൽ 500 കോടി രൂപയുടെ കോൾ പദ്ധതി വികസനം, ഞാനതിൻ്റെ വൈസ് ചെയർമാനാണ്. ആ കോൾ പദ്ധതി നടപ്പിലാക്കുന്ന എന്തെങ്കിലും ആത്മാർത്ഥത കോൺഗ്രസിനുണ്ടോ? അപരിഹാര്യമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ആരോഗ്യരംഗത്തുള്ളത്. അപ്പോൾ എന്ത് വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്? ഒരു വിമാനത്താവളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കണ്ണൂരിൽ. നമ്മുടെ കടങ്ങോടിലെ കരിങ്കൽ കോറി പോലൊരു സ്ഥലമാണ് അവിടെ വിമാനം ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. എന്നിട്ട് വിമാനത്താവളം എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പം ഞാൻ വികസനത്തിൻ്റെ ഇവരുടെ വാദഗതി കേരളത്തിലെ ജനങ്ങൾ പരമപുച്ഛത്തോടെ തള്ളിക്കളയും. വികസനത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഇവൻ്റ് മാനേജർമാരെ 500 ഉറുപ്പികയും ഒരു പൊതി ബിരിയാണിയും കൊടുത്ത് ആളെ കൂട്ടിയാൽ വികസനമാവില്ല. അതിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വരും എന്നതാണ് തൃശ്ശൂരിലെ അനുഭവം. ശ്രീ സുരേന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പിലായാലും തന്നെയും ഇരു മുന്നണികളെയും പഴിചാരുക എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എടുത്തു. കാർഷിക മേഖലയിലും അതുപോലെ തന്നെ റോഡ് മാർഗം, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട ബിജുവും ഇവിടെ നിന്ന് പോയ MP-മാരും കോൺഗ്രസിൻ്റെ 44 MP-മാരൊക്കെ ഇരുന്ന് പാർലമെന്റിൽ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കൊച്ചിയിൽ വന്നിരുന്നു ഒരു 3-4 മാസം മുമ്പാണ്. അന്ന് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. കാരണം അന്ന് ബിജുവും അടങ്ങുന്ന സംഘങ്ങൾ, ഇടതുപക്ഷവും കോൺഗ്രസും അടങ്ങുന്ന ബംഗാളിൽ ഇപ്പോൾ വന്നെങ്കിൽ അന്ന് തൊട്ട് തന്നെ അവരതിൻ്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഇവരിരുന്ന് പാർലമെൻറ്റിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിതിൻ ഗഡ്കരി ഇവിടെ വന്നിട്ട്
റോഡ് വികസനത്തിന് 34,000 കോടി രൂപ കേരളത്തിന് കൊടുത്തു. നമ്മുടെ കോളുകളുടെ വികസനത്തിന്, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിന് അതാത് പ്രൊജക്റ്റ് കൊടുക്കണ്ട. കേരളത്തിലെ ഗവൺമെന്റിന് എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ ഏതെങ്കിലും കാര്യത്തിന്? മനസ്സിലായ? ഏതെങ്കിലും ഒരു കാര്യത്തിന് നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ല, അതിന് മുമ്പാണ്. അതെ, ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവർ പ്രൊജക്റ്റുകൾ കൊടുക്കണ്ട. നമുക്ക് എത്ര കാര്യങ്ങൾ ഫണ്ടിങ് വരുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിന് ഈ ഗവൺമെന്റുകൾ ഒരു പ്രൊജക്ട് കൊടുക്കാണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൂടെ വന്നിരുന്നു അമൃതം പദ്ധതി നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യം എടുക്കുക. ഇവർ എന്തെങ്കിലും ഒരു പ്രൊജക്ട് കൊടുത്തിട്ടോ ഒന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ അന്വേഷിച്ചു കൊടുക്കുക. അല്ലെ, റബ്ബർ കർഷകരുടെ കാര്യങ്ങൾ തന്നെ എത്രയോ ആവർത്തി അവിടെ ഉന്നയിച്ച വിഷയങ്ങളാണ് ശ്രീ ബിജു അടക്കമുള്ള കാര്യങ്ങൾ. കർഷകരുടെ വിഷയങ്ങൾ എത്രയോ തവണ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. കർഷകരെ സഹായിക്കുന്നുണ്ടല്ലോ, എന്തില്ല എന്ന് പറയുന്നത്. കേരളത്തിൽ എങ്ങനെയാണ് അതിന്റെ ലിസ്റ്റ്? അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ കർഷകർക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കേരളത്തിലെ കർഷകർക്ക് കുട്ടനാട് പ്രൊജക്ട് പോരെ? അതിൽ എന്തൊക്കെ കിട്ടി എവിടെയൊക്കെ കിട്ടി? ഈ വാഗ്ദാനങ്ങൾ അതൊക്കെ ഉള്ളൂ. കുറിച്ച് ഞാൻ പറയാലോ. കുട്ടനാട് പ്രൊജക്ട്, അതുപോലെ തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ മേഖലകളിലും, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലേക്കും അതിൻ്റെതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അല്ല, കർഷകരുടെ ജീവിതം അത്രയും സേഫ് ആയിരിക്കില്ലേ? എങ്കിൽ അതായിരിക്കില്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാന പ്രചരണ വിഷയം? പക്ഷെ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോഴും UDF അവകാശവാദം ഉന്നയിക്കുന്ന വിഴിഞ്ഞം മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാന പ്രൊജക്റ്റായി നിങ്ങൾ പറയല്ലേ, ഏറ്റവും വലിയ കാര്യമായി പറയുന്നത്. അല്ല, ഇവിടുത്തെ അവകാശവാദം വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയ കാര്യം പറയണ്ട. മനസ്സിലായ? വിഴിഞ്ഞം പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ 10 വർഷക്കാലം മരിച്ചിട്ടൊന്നും കൊണ്ടുവന്നില്ല. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് അത് നരേന്ദ്രമോദി വന്നതിന് ശേഷം, അതിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിന് എന്താണ് ചോദിക്കാനുള്ളത്? തൃശ്ശൂര് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അപ്പോൾ തൃശ്ശൂരിന്റെ ജീവവായു എന്ന് പറയുന്നത് പൂരം, പുലിക്കളി, അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ സമീപകാലത്തെ വെടിക്കെട്ട് ദുരന്തങ്ങളുടെയും ആനയിടച്ചിലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് വേണ്ട എന്നാണോ അതോ വേണട എന്നാണോ? നിങ്ങൾ 3 പേരിൽ നിന്നും വ്യക്തവും ശക്തവും കൃത്യവുമായ മറുപടി പ്രതീക്ഷിക്കുന്നു. വ്യക്തമായ മറുപടി ഉണ്ട്. കാരണം ഈ പൂരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ ശരി, ഇത്തവണ പൂരവും വെടിക്കെട്ടും കുടമാറ്റവും ആലയെഴുന്നള്ളിപ്പൊക്കെ സംബന്ധിച്ച് കൊല്ലത്തെ വെടിക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അത്തരത്തിലെല്ലാ കൺഫ്യൂഷനുകളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ കാലത്തും പ്രതിസന്ധികളെ തരണം ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാർ, ആ ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ, ഇവിടെ സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാലിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളും ഇടപെട്ടിരുന്നു. ഇവരൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി പൂരം വളരെ ഭംഗിയായി, യാതൊരു ആശയങ്ങളും കൂടാതെ, അപകടവും കൂടാതെ വെടിക്കെട്ടിൻ്റെ വഴിക്കും കുടമാറ്റത്തിന്റെ വഴിക്കും വളരെ ഭംഗിയായി നടന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ഈ ഇടപെടൽ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. എങ്കിൽ ഇത്ര വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ ഈ ഭരണകാലത്ത് തന്നെയല്ലേ? ആഭ്യന്തരമന്ത്രി പോലും പറഞ്ഞു ഇത്തരം വെടിക്കെട്ടുകൾ പരിശോധിക്കാനായി ഇത്രയും സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നു, അത് ഉപയോഗിക്കപ്പെടുന്നു, ഇക്കാര്യങ്ങളൊന്നും നിരീക്ഷിക്കാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം തന്നെ, ആഭ്യന്തരമന്ത്രി തന്നെ ഖേദപ്രകടനം നടത്തിയില്ലേ? പൊതുവായി വെടിക്കെട്ടിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. പൊതുവായി വെടിക്കെട്ട് അത് നമ്മൾ വേറെ വിഷയമാണ്. വെടിക്കെട്ട് നടത്തണോ വെടിക്കെട്ട് പറഞ്ഞത് തൃശ്ശൂരിന്റെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം. അത് നടക്കുമോ എന്നൊരു ആശങ്ക, ഇവിടെ ഉപവാസം വരെ ഇരിക്കേണ്ടി വന്നു. കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലമാണ്, അല്ലാണ്ട് സർക്കാരൊന്നും ഇടപെട്ടുകൊണ്ടല്ല പൂരത്തിന് വികാരം വന്നത്. പക്ഷേ ഏറ്റവും നന്നായി തൃശ്ശൂർ പൂരം നടത്തി കാണിച്ചു തൃശ്ശൂരത്തിൻ്റെ അധികാരികൾ, പൂരം ദേവസ്വം സമിതികൾ, അത് തിരുവമ്പാടി, പാറമേക്കാവ്. അതിന് ശക്തമായ പിന്തുണ കൊടുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞു. ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സഹായത്തോടു കൂടി അതിനൊരു ദുരന്തം വേണ്ടി വന്നു. ദുരന്തമുണ്ടായത് നമുക്ക് അല്ല, ഇവിടെ അത് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കി. അത്തരത്തെ ചൂട് പിടിച്ച് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ചോദ്യത്തിൽ ഒരു കാര്യം ഉണ്ട്, ഇതിലുള്ള പോളിസി നയം, അതായത് ഇപ്പൊ ഈ കൊല്ലത്തെ പൂരം നടന്നു, പൊതുവായുള്ളൊരു നയം എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ? പൂരം പോലുള്ള ഫെസ്റ്റിവലുകൾ മനുഷ്യന്റെ സാംസ്കാരിക ഉന്നമനത്തിന് സഹായിക്കുന്നുണ്ടോ? സാംസ്കാരിക ഉന്നമനം ഉണ്ടെങ്കിൽ പ്രവർത്തനം കൃത്യവും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് വളരെ ഗവൺമെന്റ് നയം വ്യക്തമായി പറയാം. ചുരുങ്ങിയ വാക്കുകൾ അത് ഉമ്മൻചാണ്ടി സാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആചാരങ്ങൾ നിരോധിക്കാനാവില്ല, ആചാരങ്ങൾ നിയന്ത്രിക്കാനാവുള്ളൂ. ഒരു ആചാരവും നിരോധിക്കാനാവില്ല. അത് നിയന്ത്രിച്ച് സ്വയം നിയന്ത്രണം കൊണ്ടുവരിക, പിന്നെ സർക്കാരിന് കഴിയാവുന്ന നിയന്ത്രണം കൊണ്ടുവരിക. അല്ല, ഒരു എക്കാലത്തേക്കും ഒരു ആചാരവും നിരോധിക്കാനാവില്ല എന്നാണ് ഈ UDF സർക്കാരിന്റെ നയം. BJPയെ സംബന്ധിച്ചിടത്തോളം പൂരവും അതുപോലെ തന്നെ വെടിക്കെട്ടൊന്നും അതൊന്നും മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല, പ്രത്യേകിച്ച് തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ടും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രൗഢി എന്ന് തന്നെ പറയാം, നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ തന്നെയാണ്.
അതിൽ യാതൊരു സംശയവുമില്ല. ആ ആഘോഷങ്ങളൊന്നും നമ്മൾക്ക് പറഞ്ഞ മാതിരി നമുക്ക് അപകടങ്ങൾ ഇല്ലാണ്ട് നോക്കേണ്ടത് കടമയാണെന്നു ഗവൺമെൻറ്റിൻ്റെ, അതിൽ യാതൊരു സംശയവുമില്ല. ഈ പൂരങ്ങൾക്കൊക്കെ ദോഷം സംഭവിച്ചത് എന്താ? ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. കൊല്ലത്തെ വെടിക്കെട്ട് അപകടം നിങ്ങൾ കണ്ടിരിക്കും. ഇത്രയും പോകുന്ന സ്ഥലങ്ങളിൽ ഇത്രയും വെടിക്കോപ്പുകൾ പൊട്ടിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പോലും അവിടെ തല്ലൂടുന്ന കലക്ടർ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. SP പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടി നമ്മുടെ 109 സഹപ്രവർത്തകരാണ് മരിച്ചു പോയത്. അത് തന്നെയല്ല, 1000-ഓളം ആൾക്കാർ ഇന്ന് 80%, 90%, 25%, 40% ഒക്കെ വെടിക്കെട്ട് അപകടത്തിൽ ഇരിക്കുന്നു. അത് നിയന്ത്രിക്കേണ്ട ഗവൺമെൻറ്റിന് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്താ ചെയ്തു തുറന്നതെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കണം, പക്ഷേ ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല. കാരണം തൃശ്ശൂർ പൂരവുമായാലും ചെറുപൂരങ്ങളായാലും ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന. മോഡിയുടെ വികസനം എന്ന് നിങ്ങൾ പറഞ്ഞു. കേന്ദ്രത്തിൽ മോഡി വന്നതിന് ശേഷം വികസനം ആരാണ് വികസിച്ചിട്ടുള്ളത്? വിജയ മല്യയാണോ? 9,000 കോടി റുപ്യ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് വിദേശത്തേക്ക് പറഞ്ഞ വിജയ മല്യയാണോ? അതേ ഇവിടെ ഒരു നയ പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാത്ത അദാനിയാണോ ഇവിടുത്തെ വികസനം എന്നാണ് വികസനത്തിന്റെ ലാഭം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? എൻ്റെ വിജയ് മല്യനെ ഇത്രയും നാൾ പോറ്റി വളർത്തിയത് BJP കാരെന്നല്ല, ഒരു ബന്ധം വിജയ് മല്യ ആയിട്ടില്ല. ആ പോറ്റി വളർത്തിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് മല്യനെ പോറ്റി വളർത്തിയത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരെ അല്ല, അത് എന്ന് കൊടുത്തതാണ്. എന്ന് ഞങ്ങളാണോ ലോൺ കൊടുത്തത്? വിജയ് മല്യക്ക് ലോൺ കൊടുത്തത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളത്. മനസ്സിലായ ചോദ്യം, വികസനത്തിന്റെ ലാഭം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സാധാരണക്കാരന് വികസനം എവിടെ ഒന്നും നടക്കണില്ലേ? കേരളം ഭരിക്കുന്നത് BJP അല്ല. കേരളത്തിൽ വികസനം വരണമെങ്കിൽ BJP വരണം. മനസ്സിലായോ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇല്ലേ വികസനങ്ങള്? കഴിഞ്ഞ 5 വർഷക്കാലം കോർപ്പറേഷൻ ഭരിച്ചത് കോൺഗ്രസ്. ഇവിടെ ഏറ്റവും വലിയ വിഷയം കുടിവെള്ളം. ഇവിടെ ഈ ചാനൽ ചർച്ചകൾ ഇവിടെ വരുമ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള കുടിവെള്ളം, ട്രാഫിക് ജാം. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ ആള് പറഞ്ഞു, വേൾഡ് മുഴുക്കാൻ ട്രാഫിക് ജാം എന്ന് പറയുന്നത്. എനിക്കറിയില്ല, വേൾഡ് മുഴുവനല്ല ഇവിടെ ചർച്ച. തൃശ്ശൂർ കേരളത്തിലെ ഇലക്ഷൻ, വേൾഡിലല്ല. അപ്പോ ഇവിടുത്തെ ട്രാഫിക് ജാമും കുടിവെള്ളം കഴിഞ്ഞ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ലോറിയിൽ കൊണ്ടുപോകുന്ന കുടിവെള്ളത്തില് അഴിമതി, സൈക്കിളുമ പോലും കുടിവെള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അഴിമതി നടത്താ. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി. എന്നിട്ട് പറയുന്ന രാജ്യം വല്ലം വികസനം കൊണ്ടുവരുന്നു. ഒരു മണ്ണാങ്കട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇതിനുള്ള മറുപടി ഒന്ന് പറയാം. കുടിവെള്ള പ്രശ്നം ആവേശപൂർവമായ ചോദ്യമാണ്, കുഴപ്പമില്ല. ആക്ച്വലി കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ചിരുന്നത് കോർപ്പറേഷൻ UDF തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസക്കാലം ഇവിടെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉണ്ടായെന്നുള്ള സത്യം തന്നെയാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനാണ്. പക്ഷെ അതുകൊണ്ട് കുടിവെള്ളം ക്ഷാമം ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പാടില്ല, അതൊരു ആരോപണം മാത്രം. പക്ഷേ കുടിവെള്ള ക്ഷാമം ഉണ്ടായെന്നുള്ള സത്യമാണ്. കഴിഞ്ഞ 5 വർഷം ഇത്ര രൂക്ഷമായ ഒരു കുടിവെള്ള ക്ഷാമം തൃശ്ശൂർ കോർപ്പറേഷൻ നേരിട്ടിട്ടില്ല. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കുടിവെള്ള ക്ഷാമം ഉണ്ടായാൽ ബദൽ സംവിധാനങ്ങൾ കോർപ്പറേഷൻ ഏർപ്പെടുത്തും. കാരണം കേരളത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഏക നഗരസഭയും പഞ്ചായത്തും എല്ലാം തൃശ്ശൂർ കോർപ്പറേഷനാണ്, വൈദ്യുതിയും കുടിവെള്ളവും. ആ കോർപ്പറേഷൻ ഇന്ന് ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ ഒരു മാസം കുടിവെള്ള ക്ഷാമം ഉണ്ടായപ്പോൾ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ LDF പരാജയപ്പെട്ടു. UDFന്റെ ഇപ്പൊ പ്രതിനിധി പറയുന്നത് കോർപ്പറേഷന്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ വന്നതാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്നാണ്. അപ്പം അതിനു മുമ്പ് ഇവിടെ വെള്ളം കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ കൈനക്റ്റീവ് കോണ്ടാക്ട് നമ്പർ ടാങ്കർ ലോറിയുടേതാണെന്ന് പറഞ്ഞ് കൊടുത്ത് വെള്ളം അടിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ആരുടെ പോക്കറ്റിലേക്കാണെന്ന് ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 മാസമായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്രതിസന്ധി കേരളത്തിലെ സർക്കാർ ഉണ്ടാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ കേരളത്തിൽ കുടിവെള്ള പ്രശ്നം മുൻകൂട്ടി പറഞ്ഞ് അനുമതി വാങ്ങേണ്ടിയിരുന്നു സംസ്ഥാന ഗവൺമെൻറ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ മറ്റു പണം പഞ്ചായത്തുകൾക്കോ കോർപ്പറേഷനുകൾക്കോ ചെലവഴിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ഉണ്ടെങ്കിലേ സാധിക്കൂ. ഇവിടെ പഞ്ചായത്തുകളാണെങ്കിലും ജില്ലാ കളക്ടറാണ് ഇപ്പോഴും വെള്ളം കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അതിനുള്ള അവകാശമില്ല. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വെള്ളം കൊടുക്കുന്നതിന് റിലാക്സേഷൻ കൊടുക്കണം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് തൃശ്ശൂർ ഉൾപ്പെടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പറയുന്നത് ഹരിജന വിരുദ്ധരാണ്, ദളിത് വിരുദ്ധരാണെന്നാണ് പറയാറ്.
ഉത്തർപ്രദേശിൽ ഹരിജനായ കല്യാൺ സിംഗിനെ മുഖ്യമന്ത്രിയാക്കി. ഗിരിവർഗ നേതായ അർജുൻ മുണ്ടയെ നമ്മുടെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാക്കി. ചായക്കടക്കാരനായ പിന്നോക്കക്കാരനായ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. ഇനി ഇവിടെ എന്നാണ് നമുക്കൊരു ഹരിജനെ മുഖ്യമന്ത്രിയായിട്ട് കാണാൻ സാധിക്കും? എനിക്ക് കാണുമെന്ന് തോന്നുന്നില്ല, ബിജുവിനും അറിയാം. പിന്നെ 92 വയസ്സായ ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കണായതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നാണ് ബിജുവിന്റെ പാർട്ടിക്ക് ഒരു പോളിറ്റ് ബ്യൂറോ അംഗമെങ്കിലും ഒരു ഹരിജനാക്കാൻ പറ്റുക? ഇതൊക്കെ പറയുമ്പോഴും റിസർവേഷൻ വേണ്ടെന്ന് വെക്കാൻ നടക്കുന്ന നീക്കങ്ങൾ കേന്ദ്രത്തിലാണ്. ബഹുമാനപ്പെട്ട BJPയുടെ സുഹൃത്തിന്റെ ചോദ്യം കേട്ടാൽ അവരുടെ ഹരിജനക്ഷേമം ഇന്ന് ഞങ്ങളൊക്കെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പോകുന്നല്ലേ, കൊന്നി കെട്ടിത്തൂക്കുകയും ചുട്ടുകരിക്കുകയും പട്ടിയോട് ഉപമിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് BJPയുടെ ഭരണാധികാരികൾ രാജ്യത്ത്. അവരാണ് പറഞ്ഞത് ഞങ്ങൾ ഹരിജനക്ഷേമം. അവർ പറയുന്നത് എന്താ? RSSന്റെ നേതാവ് പറഞ്ഞത് ചാതുർവർണ്ണ്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഹരിജനങ്ങൾ അമ്പലത്തിൻ്റെ നടയ്ക്ക് അടുത്തുള്ള വഴിയിലൂടെ പോലും നടക്കാൻ പാടില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല, സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല, കൂലി ചോദിക്കാൻ പാടില്ല. അങ്ങനെ വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞ കേരളത്തെ ആക്കണം. പശുവിനെ കൊണ്ടു നടന്നാൽ കൊന്നു കെട്ടിത്തൂക്കുന്ന കാലം ഇവിടെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ ഒരു സ്ഥാനത്ത് എത്തിക്കൽ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും മനുഷ്യരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് BJP ഭരിക്കുന്ന പല സ്ഥലങ്ങളും ചായക്കടയിൽ ഹരിജനായ ഒരാൾക്ക് ചായ കുടിക്കണമെങ്കിൽ പ്രത്യേക ഗ്ലാസ്സിൽ കുടിക്കണം, നടക്കണമെങ്കിൽ റോഡിലൂടെ നടക്കണമെങ്കിൽ ചില വഴിയിൽ ചെരുപ്പൂരി കൈ പിടിച്ചുകൊണ്ട് നടക്കണം. അതൊന്നും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും എല്ലാം ആളുകൾ കേരളത്തിലേക്ക് വരുന്നത്. കേരളം മതനിരപേക്ഷതയുടെ നാടാണ്. BJP അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷം ശക്തിയുള്ളിടത്തോളം കാലം അത് അനുവദിക്കാൻ പോകുന്നില്ല. ചോദ്യം ഞാൻ ഇതിന് ആവർത്തനമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പാലക്കാട് വിക്ടോറിയ കോളേജിൽ റിട്ടയർ ചെയ്യണമെന്ന് ദളിത് ടീച്ചർക്ക് ശവക്കുഴി തോണ്ടിക്കൊണ്ട് റീത്ത് വെച്ച പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ SFI പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവാണ് നിങ്ങൾ. SFIക്കാരുടെ പേരിൽ കേസ് എടുത്തുകൊണ്ട് FIR ചാർജ് ചെയ്തുകൊണ്ട് കേസ് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് മറുപടി വേണം. അതുപോലെ തന്നെ ആലുവയിൽ ദളിത് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ പോരാട്ടത്തിന് വൃത്തിഹീനമായ പരിപാടി, ദളിത് പ്രേമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം. അല്ലെ, ഇതേ ഗീബൽസ്യ തന്ത്രമാണ് ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ABVPയും RSSും സംഘപരിവാരും ഉന്നയിച്ചത്. ഒരു പാവപ്പെട്ട കുട്ടി അവൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി പ്രകടനം നടത്തിയ ആളാണെന്ന് പറഞ്ഞ് ഹോസ്റ്റലിനകത്തും ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ട് പരാതി കൊടുത്ത് ആ പരാതി വൈസ് ചാൻസലർ നടപടിയെടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ വൈസ് ചാൻസലർ തന്നെ മാറ്റി 5 വിദ്യാർത്ഥികളെ പുറത്താക്കി. അതിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രോഹിത് വെമുല എന്ന ദളിതനായിട്ടുള്ള ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നാടാണ് നമ്മുടെ നാട്. അതുപോലെ പറവൂരിലെ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ഉത്തരേന്ത്യയിൽ BJPയും സംഘപരിവാരും നടത്തിയ പ്രചരണം എന്താ? CPMലെ മുസ്ലിം തീവ്രവാദികൾ ഒരു അമ്പലം ബോംബ് വെച്ച് തകർക്കുന്നതിന് ശ്രമിച്ചതിന്റെ ഭാഗമായി 100 വിശ്വാസികൾ കൊലചെയ്യപ്പെട്ടു എന്നാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത്. അങ്ങനെ കള്ളപ്രചരണം നടത്തി ജനങ്ങളിൽ വർഗീയത ഉണ്ടാക്കാൻ BJP പരിശ്രമിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് പാലക്കാടിലെ സംഭവം. നിങ്ങൾ ഇപ്പൊ പല സ്ഥലത്തും പറയുന്ന സംഭവം. അത് കേരളത്തിൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകും. UDF സർക്കാരിന്റെ ഏറ്റവും മികച്ചൊരു പരിപാടിയായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മദ്യം നിരോധിക്കുമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 10-700 ബാറുകളിൽ വീര്യം കൂടിയ മദ്യം കൊടുക്കാത്ത ഒരവസ്ഥ വന്നിരുന്നു. പക്ഷേ ഇത് അവസാന കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 5-8 ബാറുകൾക്ക് പുതുതായിട്ട് ലൈസൻസ് കൊടുക്കുകയുണ്ടായി. അത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളിലേക്ക് എത്തിച്ചേർന്നത്? ആ തെറ്റായി കൊടുത്തിട്ടുള്ള പുതിയ ബാറുകളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് UDF സർക്കാർ എന്തെങ്കിലും ചെയ്യുമോ? കേരളത്തെ സമ്പൂർണ്ണ മദ്യരഹിതമാക്കുന്നതിൻ്റെ ഭാഗമായി 5 സ്റ്റാർ താഴെയുള്ള 730 ബാറുകൾ പൂട്ടിയ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പറയാം, ഞാൻ പറയുന്നില്ലോ, വരാം, ബിജുവിന് അവസരം വരും. 730 ബാറുകൾ പൂട്ടിയ സർക്കാരാണ് ഭരിക്കുന്നത്. ഇപ്പോൾ ബിജുവിൻ്റെ പാർട്ടിക്ക് ഇത് നയമില്ല. ബിജുവിൻ്റെ പാർട്ടിക്ക് ഈ മദ്യനയത്തിന് നയമല്ല, ഉപദേശം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മദ്യം വർജിപ്പിക്കും, മദ്യം കുടിക്കൽ നിർത്തിപ്പിക്കുന്നു. ഒരു വ്യക്തമായ നയം ഇടതുപക്ഷത്തിനില്ല. വ്യക്തമായ നയമാണ് UDFനുള്ളത്.
ഇവർ മദ്യം വർജിക്കും എന്ന് പറയുന്ന സാരോപദേശം, അതൊരു നയമല്ല, അതൊരു സാരോപദേശം മാത്രമാണ് ഇടതുപക്ഷത്തിലുള്ളത്. ആ വ്യക്തമായ നയവുമായിട്ട് ഇപ്പോൾ നമ്മുടെ കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, റോഡ് ആക്സിഡന്റുകൾ ഒക്കെ കുറവാണ്, റോഡ് ആക്സിഡന്റ് കുറവാണ്. അതുപോലെ നമ്മുടെ വീട്ടമ്മമാർ, കേരളത്തിലെ വീട്ടമ്മമാർക്ക് അവരുടെ ഭർത്താക്കന്മാർ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇന്നും അവരുടെ പോക്കറ്റുകൾ കാശിരിക്കുന്നുണ്ട്, അവരുടെ പോക്കറ്റുകൾ കാശിരിക്കുന്നുണ്ട്. കാരണം എന്താ അറിയും, സാധാരണ ഇതിന് മുന്നേ അവർ പണിക്ക് പോയി പണി കഴിഞ്ഞാൽ അവർ ഒരു മദ്യം വാങ്ങിച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് കുടിച്ച് നടക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വളരെ കുറവാണ്, മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു. അതുപോലെ തന്നെ വീടുകളിൽ സമാധാനമുണ്ട്. ഈ സമാധാനത്തിനായിരിക്കും ഈ നിരോധന ഭാഗമായി നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ, സമൂഹത്തിലുണ്ടായ സമാധാനത്തിനായിരിക്കും ഇത്തവണ വനിതകൾ ഒട്ടിയുന്നത്. ഇതൊരു മോശം കാര്യമൊന്നുമല്ല, മദ്യനിരോധനം ഒരു മോശം കാര്യമൊന്നുമല്ല, മദ്യം പിന്നെ കുടിപ്പിക്കാതിരിക്കും ഒരു മോശം കാര്യമല്ല. ആ നല്ല കാര്യത്തിനാണ് ഇത്തവണ UDF വോട്ട് കിട്ടാൻ പോകുന്നത്. KPCCയുടെ പ്രസിഡന്റ് ശ്രീ ബഹുമാനനായ VM സുധീരൻ പറഞ്ഞു, മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല. അപ്പം ഉമ്മൻചാണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സോഡ ചേർക്കുകയാണ്, വെള്ളം ചേർക്കുന്നില്ല എന്നതാണ്. അതാണ് ഇപ്പോൾ 5 സ്റ്റാർ 9 അനുവദിച്ചത്. ബാക്കി 823 ബാക്കിയുള്ളതെല്ലാം 4 സ്റ്റാർ 5 സ്റ്റാർ ആക്കാൻ പോവുകയാണ്. ഇനി എവിടെയെങ്കിലും മദ്യം കുറവ് ഉണ്ടെങ്കിൽ അത് സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കണം. അതിനാണ് 200 കോടിയുടെ സ്വത്ത് വിജയമല്യക്ക് ഇഷ്ടദാനം കൊടുത്തത്. മദ്യം ഇവിടെ തന്നെ ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും കൊടുക്കുക, ഒരു കുറവുണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മദ്യശാല പൂട്ടിയോ? ബാറ് എന്നുള്ള സ്ഥലത്ത് ബീർ എന്ന് എഴുതിയെന്നല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം പൂട്ടിയോ? തൃശ്ശൂർ പൂട്ടി ഒരു ബാറിന്റെ പേര് എന്നിട്ട് അത് മാത്രമല്ല, അതിനകത്ത് ചെന്നാൽ ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മദ്യം കിട്ടും. ഇത് ഡാനിയലിന്റെ പാർട്ടിയുടെ നേതാവ്, അഖിലേന്ത്യാ നേതാവ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചാരായം നിരോധിച്ചു. എന്നിട്ട് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ചാരായം വീണ്ടും തുടരും. പക്ഷെ ജനം വിശ്വസിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടിയത് കേരളത്തിൽ ഒറ്റ ചാരായ ഷാപ്പ് വന്നില്ല. മദ്യ നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിന്റെ പണം വാങ്ങുന്ന മദ്യനയമല്ല, ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം മദ്യം പൂർണ്ണമായിട്ടും നിമഞ്ജനം ചെയ്യുന്ന നയം നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ്. മദ്യ നിർമ്മാർജ്ജനം വെറുതെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കില്ല. സാക്ഷരതാ പ്രസ്ഥാനം പോലെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അട്ടപ്പാടി മോഡൽ മദ്യ നിരോധനമല്ല, കേരളത്തിന്റെ സമഗ്രമായ മദ്യമില്ലാത്ത കോൺഗ്രസ് നയം. ഇവർ തന്നെയാണ് കഴിഞ്ഞ LDF സർക്കാർ ഭരിക്കുമ്പോൾ, പിന്നെ ഗുരുദാസൻ മന്ത്രിയായിരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്ന പാർട്ടിയുടെ നേതാവാണ് ഇപ്പോഴത്തെ മദ്യനയത്തെ കുറിച്ച് പറയുന്നത്. ഇവർക്ക് നയമില്ല എന്ന് ഞങ്ങൾ പറയുന്ന ഒരു മറുപടി പറയട്ടെ. ഇവർ മദ്യം വർജിക്കും, ഇവർ ജനങ്ങളോട് പറയും മദ്യം കുടിക്കരുത്, ഇത്ര പറയുന്നുള്ളൂ. ഇവർക്കൊരു നയമില്ല അതിനെ സംബന്ധിച്ച്. വിവാദമുണ്ടായത് ജനങ്ങൾക്കിടയിലോ ഇടതുപക്ഷത്തിനിടയിലോ അല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ ആയിരുന്നില്ലേ അത്തരം തർക്കങ്ങളെ കുറിച്ച്? പ്രകടമായ തീരുമാനമെടുക്കുമ്പോൾ, വിപ്ലവകരമായ തീരുമാനമെടുക്കുമ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷി അകത്താണെങ്കിലും ശരി, CPM-നകത്ത് 2 അഭിപ്രായം വന്നില്ലേ? യെച്ചൂരി എന്താ പറഞ്ഞത്? പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അച്യുതാനന്ദനായി വിപരീതമായി എന്താ പറഞ്ഞത്? പക്ഷെ ആ തീരുമാനം ഉണ്ടായാലും നയം നടപ്പിലാക്കിയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെ, ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കോൺഗ്രസ് അത്രയ്ക്കും നല്ല സത്യസന്ധരാണെങ്കിൽ ആദ്യം ബീവറേജ് നിർത്തട്ടെ. തിരുവനന്തപുരത്ത് പോയി കാണാം, ജ്വല്ലറി പോലെയാ സൂപ്പർ മാർക്കറ്റ്. മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. ഞാൻ മറുപടി പറയാം, മദ്യം കേരളത്തിൽ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. നമ്മൾ റോഡുകളിലൂടെ വണ്ടികളിൽ പോകുമ്പോ കാണാറുണ്ട്, റോഡുകളിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന കാണാറുണ്ട്. വെയിൽ കൊണ്ട് അവരവിടെ മഴ കൊണ്ട് ക്യൂ നിൽക്കുന്നത്. അപ്പൊ അതിന് വിപരീതമായി നല്ല സംവിധാനം പക്ഷേ സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ മാവേലി സ്റ്റോർ പോലും ഇല്ല ക്യൂ നിൽക്കാൻ. ആ ഒരു വിഷയം ഉള്ളപ്പോഴാണ് ഘട്ടഘട്ടമായി അടുത്ത UDF സർക്കാർ വരുന്നതോടുകൂടി പരിപൂർണമായി തുടരും ഈ ഭരണമന്ത്രത്തിന് ഇവരൊരു ക്യാപ്ഷൻ ഉണ്ട്, വളരും ഈ നാട്, തുടരണം ഈ ഭരണം. ശരിയാ, ഇതല്ല ഇവര് വെക്കണ്ട. വളയും സരിത, തുടരും ഞങ്ങൾ ഈ പണി, ഇതാണ് ഇവർ വെക്കേണ്ടത്. UDF-ന്റെ മദ്യനിരോധനമാണല്ലോ നിങ്ങളുടെ നയം. നിങ്ങളുടെ കോൺഗ്രസ് അംഗങ്ങളും
MLA-മാരും മന്ത്രിമാരും മദ്യം ഉപയോഗിക്കരുത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടെ ഉമ്മൻചാണ്ടി ഉപയോഗിക്കുന്നത് മാത്രമല്ല ബന്ധുക്കൾ ബാർ നടത്തരുതെന്നും കൂടി പറയാം. സുധീരന്റെ അല്ല, ഇതൊരു ഉത്തരം പറയും. അവരവർ സ്വയം എടുക്കേണ്ട തീരുമാനം. താങ്കൾ കുടിക്കാതിരിക്കണേ താങ്കൾ തീരുമാനിക്കുക. ജോൺ ഡാനിയലെ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം. ഉപദേശമാണ്. നിങ്ങൾക്ക് നയല്ലേ, അത് വ്യക്തമായാണ്. പ്രകടന പത്രികയിൽ ഒരു നയം മദ്യനയത്തെ സംബന്ധിച്ച് വെച്ചിട്ടില്ല. സാരോപദേശം മാത്രമേ ഉള്ളൂ. അല്ല, കിട്ടാതാക്കാന്നല്ല യുഡിഎഫിന്റെ നയം. താങ്കൾ പറഞ്ഞതാണെങ്കിൽ എൽഡിഎഫിന്റെ നയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 3 പേരോടും കൂടി കുടിക്കാതിരിക്കുക എന്നുള്ളത് തീരുമാനം. അതാണ് ഇവിടെ പറയുന്നത്. ബോധവൽക്കരണം അടക്കം എൽഡിഎഫ് പറയുന്നത്. അത് ഉപദേശമാണെന്ന്. അതൊരു നയല്ല. അത് ഞാൻ നിങ്ങളോട് പറയാം, മദ്യം കുടിക്കില്ലേ എന്ന് പറയാ. അതൊരു നയമല്ല. നയം നടപ്പിലാക്കിയത് സർക്കാർ, യുഡിഎഫ് സർക്കാരാ. അല്ല, അത് കിട്ടാതിരുത്തുക എന്നുള്ളതാണല്ലോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റില്ല. അത് 470 ബാർ നിർത്തലാക്കിയ സർക്കാരാണ് ഇവിടുന്ന് ഭരിക്കുന്നത്. അത് വിപ്ലവകരമായ തീരുമാനമാണ്. ആ വിപ്ലവകരമായ തീരുമാനത്തിൽ തന്നെയാണ് കേരളത്തിലെ വീട്ടമ്മമാർ വോട്ട് ചെയ്യാൻ പോകുന്നത്. യാതൊരു സംശയം വിചാരിക്കും. 3 പേരോടും കൂടിയാണ് ചോദ്യം. ഇവര് ബാറ് പക്ഷെ വിഷക്കള്ളം കൊടുക്കുന്നത്. ഈ ചാലക്കുടിയിൽ ഇന്നലെ പിടിച്ചത് കണ്ടില്ലേ നിങ്ങള്? വളരെ എന്താ പറയാ, കള്ളിലെ വിഷത്തിന്റെ ബാബുവിന്റെ മൂക്കിന് താഴെയാണ് വിഷക്കള്ള് പിടിച്ചത്. കോൺഗ്രസ് സൗജന്യം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സരിതയ്ക്കും സലീം രാജും നന്നായി സൗജന്യം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം. ശേഷം തമ്പാനൂർ രവി 515 തവണ സരിതാനെ വിളിച്ചു. റേഷന്റെ മണ്ണെണ്ണ വന്നിട്ടുണ്ട്, പഞ്ചസാര വന്നിട്ടുണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. അല്ല, ഉമ്മൻചാണ്ടിയുടെ കേസ് ഒതുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ കള്ള ഗവൺമെന്റ് ഇനി വരരുത് ഒരിക്കലും. സരിതയ്ക്ക് വോട്ട് കിട്ടില്ല കേട്ടോ. സരിത ഇങ്ങനെ പറയാന്നല്ലോ. കേരളത്തിലെ ജനങ്ങൾ സരിതയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. 504 കോൺഗ്രസ്സുകാരെ കാര്യം കോംപ്രമൈസ് ചെയ്യാനാ, അല്ലാണ്ട് വെറുതെ അല്ല. മനസ്സിലായ? അതിനിയും കിടക്കും. 1000 2000 ഒക്കെ വരും. കാരണം അത്രയും കോൺഗ്രസ്സുകാരെ കാര്യം. ഇവിടെ മദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ വീട്ടമ്മമാര് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു രാമദാസ് ഉണ്ട്, KPCCയുടെ സെക്രട്ടറി. പറയട്ടെ, ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ കേക്ക്. ഒരു പാവം ചക്കര മൂത്രം കുടിപ്പിച്ച് കൊന്നു ഒരു പെണ്ണിന്റെ കേസിന്. പെണ്ണ് കൊന്തനാണ് അവൻ. ഇപ്പൊ വിയ്യൂർ ജയിലിൽ കിടക്കുന്നു. ഒരു മിനിറ്റ്. പിന്നെ ഗാന്ധിയുടെ മക്കള് തൃശ്ശൂര് കാർത്യാനി അമ്പലത്തിന്റെ മുന്നില് ഗ്രൂപ്പിന്റെ പേരില് ഈ ചെറുത്തും മധുവിനെ വെട്ടിക്കൊന്നു കോൺഗ്രസ്സുകാര്. അതുപോലെ തന്നെ ഇവര് തമ്മിൽ ഗ്രൂപ്പിൽ 3-4 കൊലപാതക. കോൺഗ്രസ്സുകാരെ തന്നെ വെട്ടിക്കൊല്ല. ഈ നിലയ്ക്ക് പോയാ പിന്നീട് കത്തി വരും. ചോദ്യം ഉന്നയിക്കുന്നത് ഗാന്ധിജിയുടെ അടുത്ത വക്താക്കളാ. കാരണം ഇന്നേ വരെ ഒരാളെ കൊന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഒരു അക്രമികളും സംരക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ അക്രമം അവർ പാർട്ടിക്ക് പുറത്താണ്, അവർ നിയമം, അവർ ജയിലിനകത്താണ്. ഞങ്ങൾ ഒരു പാർട്ടി ഒരു എനിക്ക് ബിജു സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ VP സിംഗ് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇവിടെ അവർക്ക് നഖശിഖാന്നും കോൺഗ്രസിനോടുള്ള വിരോധം എതിർക്കുക എന്ന് മാത്രം കൊണ്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവരെ പാർട്ടിക്കാർ. ഇപ്പൊ അവർക്ക് അയിത്താണ് BJP-ക്കാര്. ഇപ്പൊ അവർക്ക് അയിത്തമാണ് BJP-ക്കാര്. ഇത്രയും വളർത്തിയതിനുള്ള മുഖ്യ കാരണം, ഇവിടെ കേരളത്തിലെ മുഖ്യ വളർത്തേണ്ട കാരണം ഇവര് ഇടതുപക്ഷ പാർട്ടിക്കാരാണ്. അതിന് നിങ്ങൾ മറുപടി പറയണം. വളരെ വ്യക്തമായ മറുപടി ആവശ്യട്ടാ. അവർ പറഞ്ഞൊന്നുമില്ല. പിന്നെ CPM-നെ വളർത്തുന്നതിൽ മുഖ്യ കാരണക്കാരിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് BJP-നെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് CPM ആണെന്ന് പറയുന്നത്. BJP-നെ വളർത്തുന്നതിൽ CPM ഇടതുപക്ഷവും ഒരു BJP-യുടെ സഹായം കൊണ്ട് വളർന്ന പാർട്ടിയല്ല. കേരളത്തിൽ സഖ്യമുണ്ടായിട്ടുണ്ടല്ലോ. BJP-യും കോൺഗ്രസുമായി സഖ്യമുള്ള ആത്മകഥ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കോലീബി സഖ്യത്തിന്റെ ആ പുറം നാടകങ്ങൾ ആരൊക്കെയാണ് ആ സഖ്യത്തിലുണ്ടായിരുന്നത്, അതിപ്പോഴും തുടരുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയില് അഴിമതി രഹിതമായിട്ടുള്ള ഭരണം ഇനി ഞങ്ങൾ ഭരണം തുടരുകയാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ
KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, കൊള്ളയാണ്, തീവെട്ടി കൊള്ളയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് അഴിമതി രഹിത ഭരണമാണ് ഇനി നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യും എന്ന് പറയുന്നു? എന്തായാലും ലാവ്ലിൻ പോലെയുള്ള ഒരു അഴിമതി ഇവിടെ ഉണ്ടാവില്ല. കാരണം ലാവ്ലിൻ പോലെ നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഇത്രയും വലിയ അഴിമതി, ക്യാൻസർ സെന്റർ, പാവങ്ങളുടെ കാശ് കണ്ടുപിടിച്ചൊരു പാർട്ടിയുടെ വക്താവ് എന്നോട് നിങ്ങൾ സരിതയുടെ പേര് വർഷമായിട്ട് സരിതയുടെ പേര് പറഞ്ഞ് പ്രതിപക്ഷം നിലനിൽക്കാൻ പാടുപെടുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കമ്മീഷൻ തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇത്ര നേരം വിസ്താരത്തിരുന്നതെന്ന് വലിയ കാര്യമായി പറയുന്നത്. ബിജു രാധാകൃഷ്ണന് വേണ്ടി ഇവരൊക്കെയാണ് നിങ്ങളുടെ കഥാപാത്രങ്ങൾ. നിങ്ങൾ അഴിമതിക്കെതിരെ ഒരു സമരം ചെയ്തിട്ടില്ല. ഇവിടെ അഴിമതിയുമില്ല. ഉമ്മൻചാണ്ടിയുടെ ഭൂമി വിഷയങ്ങളടക്കം ഒരുപക്ഷെ അതുകൂടെ പറഞ്ഞു ഭൂമി വിഷയങ്ങളടക്കം പ്രതികളല്ലേ? ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതി നടത്തിയില്ല? നീ ഒന്ന് സത്യമായിട്ട് തലയെടുത്തു അഴിമതി വിഷയം അല്ലല്ല, ഇതൊരു തമാശ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു അഴിമതി കേസ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന അതേ കാര്യത്തിന് തെളിവുണ്ടോ എന്നാണ്. പ്രിയപ്പെട്ട ജോൺ ഡാനിയല്ലേ, ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കമ്മീഷന്റെ മുമ്പിൽ പോയി 14 മണിക്കൂർ ഇരിക്കേണ്ടി വന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ലേ? അതിന്റെ നിങ്ങൾ എത്ര തെളിവില്ല എന്ന് പറഞ്ഞാലും ഓരോ ദിവസം കഴിയുന്നൊരു പുതിയ തെളിവ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നാണം കെട്ട വിഷയമായതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഒരാൾ പോലും വിളിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സരിതയെ സംരക്ഷിക്കാതിരിക്കുന്നു, ദയവായി പറയാതിരിക്കുക. സരിതയുടെ സാരത്തുമ്പിൽ തൂങ്ങിക്കിടന്ന് കഴിഞ്ഞ 3 വർഷമായി സമരം ചെയ്യുന്ന പാർട്ടിയുടെ വക്താവ് ബിജുവാണ് പറയുന്നത്. സരിതയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് അല്ല, സരിതയെ സംരക്ഷിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്, സരിതയെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ്. സരിതയുടെ പേര് പറഞ്ഞ് പക്ഷേ ഈ കോൾ ലിസ്റ്റിൽ അങ്ങ് ഇവരുടെ പേരുകൾ വന്നിട്ടില്ല, അതാണ് വിഷയം. ഏതായാലും ദേശീയ വിഷയങ്ങളും കേരള വിഷയങ്ങളും നിരവധിയായി ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും സ്വാഭാവികമായും തൃശ്ശൂരിന്റെ സ്വന്തമായ വിഷയങ്ങൾ തന്നെയും തെരഞ്ഞെടുപ്പിൽ കൂടുതലായി പ്രതിഫലിക്കും. പ്രാദേശിക വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, അതെല്ലാം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും പടക്കളം തൃശ്ശൂർ ജില്ലയിലെ പരിപാടി ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഗുഡ് നൈറ്റ്.